ഇമ്മ ഞാനിന്ന് വീട്ടിൽ പോയാലോ? കുറച്ച് ദിവസമായില്ലേ? ഇജ്ജിപ്പ എന്റെ കൂടെ പോകാൻ നിക്ക? ഇന്ന് മൂസിയും കുട്ടികളും വരുമ്പോ ഇന്ന് വരുന്നുണ്ട് എന്ന് പറയാൻ മടിങ്ങാണ്ട് എന്റെ അടുത്ത് വരികയായിരുന്നു ഞാന്. താത്ത ഒന്ന് വരുന്നുണ്ടോ? അന്ന് ഓളും കുട്ടികളും വരുന്നുണ്ട്. ഞാൻ ഓല് വരുന്നതിന്റെ മുന്നേ അതിമത്തെ ബെഡ്ഷീറ്റ് ഒക്കെ വലിച്ചിട്ടിക്കണം. ഓല് കിടക്കണ റൂമത്തെ അതൊക്കെ തിരുമ്പാട്ടിക്കണം. അത് തിരുമ്പി എടുക്കോണ്ടി. പിന്നെ വേറൊരു ബെഡ്ഷീറ്റ് എടുത്തുങ്ങാണ്ട് അതിമ വിരിച്ചു കൊടുക്കോണ്ടി കുട്ടികൾ വരുമ്പോത്തിന് കേട്ടോ. അങ്ങനെ ആടിപ്പാടി നിന്നുങ്ങാണ്ടേ നേരം കഴിച്ചല്ലേ വേഗം ഇങ്ങോട്ട് ബാബു അടുക്കളയ്ക്ക്. അവൾക്ക് തേങ്ങാച്ചോറും ഇറച്ചിയും ആണോരോ അത് തിന്നാൻ പൂതിയേക്കണെന്ന് പറയുന്നുണ്ട് മൂസിക്ക്. കുട്ടികൾക്കും ഭയങ്കര തൃപ്പതിയാണ്. അപ്പൊ എന്നാലും ഞാനാ പോയിങ്ങാണ്ട് വേഗം കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് വരട്ടെ. കുറച്ച് ഉള്ളി ഇന്നതൊക്കെ പൊളിച്ചങ്ങാണ്ട് വേഗം ശരിയാക്കി വെച്ചുകൂടുന്നാല് ഞാൻ കുഞ്ഞായിങ്ങാണ്ട് ഇങ്ങനെ കുത്തിർക്കല്ലേ. എന്റെ കുട്ടികൾക്ക് സീറ്റൊക്കെ കിട്ടിയാൽ മതി എനിക്ക് കേറുമ്പോത്തിന്. മറ്റേത് തൂങ്ങി പിടിച്ച ബസ്സിൽ ഇങ്ങനെ നിക്കണം കുട്ടികളെയും കൊണ്ട്. വേണം വന്നൂടെ ജി? ആയിക്കോട്ടെ. എന്നാ ഇതങ്ങോട്ട് വെച്ചാ തരൂ. അതിലേ ഒരു പൈനാപ്പിളും ഉണ്ട് കുട്ടികൾ വരുമ്പോ ജ്യൂസ് അടിച്ചാന്. പിന്നെ 1.5 കിലോന് ഇറച്ചിയുണ്ട്. ആ ഇറച്ചി കക്കി വാരി വെച്ചൂടെ? ആയിക്കോട്ടെ. അല്ല ഇജിപ്പോഴും ഉള്ളി പൊളിച്ചിടുള്ളൂ? ഞാനിവിടുന്ന് അവിടെ നടന്നു പോയി വന്നിയാല് ഇജിപ്പോഴും ഇവിടെ ഉള്ളി വെച്ച് കുത്തിർക്കുക? ഞാൻ അടിച്ചോരി തുടച്ച് ബാത്റൂമൊക്കെ കക്കി തിരുമ്പി തോരട്ടൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇമ്മ ഒന്ന് വിളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് നേരം വെക്കി. ഒന്നാലും ഇപ്പൊ എത്ര നേരം വേണോ അതിനൊക്കെ? വേഗം നോക്കിക്കൂടാ കുട്ടികൾ വരുമ്പോത്തിന് വേണമൊക്കെ. കാലാണെങ്കിൽ നടന്ന് മുട്ടുംകാലിന്റെ എല്ലും കിട തേനിക്കണെന്ന് വെച്ച് തോന്നണത്. വേഗം ഞങ്ങൾ കടന്നോളിമ്മ കുറച്ചേരം. ഇരിക്കണമൊന്നുമില്ല ഞാന്. ഇരുന്നാലിപ്പൊ എന്നാ കുട്ടികൾ വരുമ്പോഴായിട്ട് ഒന്നും നേരത്തിന് കിട്ടുമെന്ന് വെച്ച് തോന്നണില്ല. ജയ് ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെച്ചാളാ തണുപ്പില്ലേ അത് ഒരു വരാൻ നേരത്തെ അടിച്ച. പിന്നെ എപ്പോഴും ഞാൻ പറയണം കരുതുന്ന ഒരു കാര്യമാണ് ഇമ്മാന്റെ ഫോമ്പിളൊന്ന് കുറച്ചോണ്ടി. എത്രപ്പ എൻ്റെ അമ്മക്ക് എന്നും അനെ വിളിച്ച് ഇത്ര തോനെ പറയാന്. അവിടെ കുറച്ചോണ്ടി. കുറ്റവും കുറവും പറയാനാണ് ഈ കാര്യം എൻ്റെ അമ്മ വിളിച്ചണല്ലേ? ഇമ്മ എന്ത് കുറ്റം പറയാനമ്മ? ഇമ്മ എന്റെ വർത്താനം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എവിടെ ഇവിടുത്തോരൊക്കെ? മൂസിയെ ഇങ്ങോട്ട് വന്നോ? ഞാൻ കരുതി നിങ്ങളൊന്ന് കാണാനായിട്ട് നിങ്ങളൊക്കെ ഇവിടുന്ന് പോയ വാതിലടിച്ചോണ്ടി വിചാരിച്ചു. ഇവിടുത്തെ കുട്ടികളെ വീട്ടിന്റെ ഉമ്മർത്ത് തന്നെ ബസ്സിൽ കയറിയത് കൊണ്ട് ഇവിടെ വന്നിട്ടല്ല അറിഞ്ഞത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാറുണ്ട്. ഓർക്ക് പിന്നെ ഓനെ നന്നാക്കണ പണിയാണ് പീഡിയക്കാരനെ. താത്ത ഞാൻ ചോദിച്ചാ വരിയേനി ജോടേന്ന്. ഞാനവിടെ വെറുതെ ഇരിക്കേനി. എന്തമ്മാ ആ മെഷീൻമേലൊക്കെ വലിച്ചു വാരിട്ടിക്കണത്? അപ്പൊ ഒന്ന് മടക്കി വെച്ചൂടാ തുണിയാള്? അത് മടക്കാൻ നിക്കേനി ഞാന്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം പോലെ. അപ്പൊ കുറച്ചേരം കടന്നിട്ട് പിന്നെ ഒന്ന് മടക്കിയാ മതിയല്ലോ വിചാരിച്ച്. ഇപ്പൊ തന്നെ ക്ഷീണം കൊയക്ക? ഇനിയിപ്പൊ ജീവിതം തുടങ്ങണല്ലോള്ളൂ. അതൊക്കെ കണക്കാണ്. അതൊക്കെ ഞാൻ കയ്യോടെ മടക്കി വെച്ചാ മതി. ഇതിങ്ങനെ ഇട്ടാ പിന്നെ മടി വരി കുടിച്ചു. അപ്പളേ മടക്കി എടുത്ത് വെച്ചാ മതി. ഇമ്മാന്റെ കുട്ടിന്റെ മാതിരി ഒരു ചൂടും സുസ്കാന്തി ഒന്നും നോക്കില്ല. ഓളിങ്ങനെ ആക്കും പോലെ നീങ്ങി നെരിഞ്ഞ ഓള് എടുക്കുള്ളൂ. അതൊക്കെ ഇപ്പൊ ഓള് പഠിച്ചോളൂ. ഓളന്നെയല്ല ഇപ്പൊ ഈ പെരീത്തെ പണികളൊക്കെ എടുക്കാന്. അല്ലാതെ ഇപ്പൊ ആരാ? ഇപ്രാവശ്യങ്ങൾ പോരാനയിച്ച് ഭയങ്കര സന്തോഷം. ഇതുവരെ അമ്മയല്ലേ ഉള്ളൂ. ഇനിയിപ്പൊ ഇവിടെ വന്ന് ഞാൻ നിന്ന എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അജ്ജുണ്ടാവുമല്ലോ. അല്ല സാനിയെ എത്തപ്പച്ച് നോക്കിക്കണത്? ഓക്ക് തുള്ളി വെള്ളം എന്തേലും കൊടുന്നു കൊടുക്ക്. ഇങ്ങനെ നിർത്തി വർത്താനം പറയിപ്പിച്ച അവിടെ കൊടുന്നു കൊടുക്ക്. നീ ഇരിക്കട്ടോ. ഞാൻ വെള്ളത്തിന്റെ കാര്യം മറന്നു. എന്നാ ഇരിക്കാത്ത ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഞാൻ ഇരിക്കന്നെയാണ്. ഞാൻ വന്നാ ഇനി ഇരിക്കാൻ തുടങ്ങിയാല് ഇനി ഞാൻ പോണെന്ന് അവിടെ നയിച്ചോളൂ. ഒരു മറവി. സാനിയെ ക്ലാസ്സിലൊന്ന് വെള്ളം എടുത്തച്ച് തേക്കും തോന്നണില്ല. കപ്പിലെടുത്തോ? ഭയങ്കര ദാഹാണ് എനിക്ക്. ഇതാണ് കാട്ട്.
കണ്ടേ പള്ളിയൊക്കെ എത്തുമ്പോ നല്ലൊരു സുഖം. ഇമ്മാക്ക് കൊടുക്ക്, ഇത്തമ്മാക്ക് കൊടുക്കാത്ത. ഉമ്മാക്ക് ഞാൻ കൊടുത്തോണ്ടാത്ത നിങ്ങള് കുടിച്ചോളി. എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കില് ആദ്യം ഉമ്മാക്ക് കൊടുക്കണം. ഇമ്മ ഉണ്ടായിട്ടല്ലേ നമ്മളൊക്കെ ഉണ്ടായത്. ആ ഓർമ്മ എപ്പോഴും ഞമ്മക്ക് വേണം. അതുകൊണ്ട് ഉമ്മാക്ക് വേഗം കൊടുന്നു കൊടുക്ക്. ഉമ്മ ചെന്താണാവും ഞാൻ നിങ്ങടെ പോരാൻ മടിക്കാണേ. വേഗം വേഗം പണികളൊക്കെ തീർത്തിട്ട് എനിക്കിപ്പോ നീച്ചിക്കാൻ വെച്ച. ഞാനേ കുറച്ചേരം കിടക്കട്ടെ. ഇച്ചിപ്പോ പച്ചണീനൊന്നും വേണ്ട. അതിൻ്റെ ഒരു കപ്പ് ജ്യൂസ് കുടിച്ചില്ലേ, ഇനിയിപ്പൊ എനിക്ക് വേണ്ട. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. നിങ്ങളെ ആ കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കിട്ടമ്മ കുറച്ചെടുത്ത് കണ്ടായിട്ടോട് വന്നിട്ട്. ആ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓർക്ക് ഞാൻ ആ മാങ്ങയാണ് ചെത്തി കൊടുത്തിക്കണ്. അത് തിന്ന് കുത്തിർക്കുണ്ടാവും. ഇമ്മ എങ്ങനെയുണ്ട്? മരിയോളം എങ്ങനെയുണ്ട്? പണിയൊക്കെ ഓള് എടുക്കണില്ല എന്നൊന്നും പറയണില്ല. പക്ഷെ ആക്കുമ്പോലെടുത്ത് ആ കജ്ജുള്ളൂ. ഒരു സുറുസുറുപ്പോടുക്കാൻ എടുക്കൂല. പെണ്ണുങ്ങളായ കുറച്ചതില്ലേ, ഇത് ഇങ്ങനെ അഞ്ഞോറാണ്. നിങ്ങൾ നല്ലോണം എളുപ്പം എടുക്കാൻ പറഞ്ഞെടുപ്പിച്ചു കൊടുത്തോണ്ടേ. നിങ്ങളിങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ആ ഒരു പ്രായത്തിൽ തന്നെയല്ല ഇപ്പൊ ഇനിയും കെട്ടിച്ച് വലിയ മാറ്റമുണ്ട്. അപ്പൊ ഇഞ്ഞോളെയും കെട്ടിച്ച് ഞാനവിടെ എങ്ങനെയാണ്? അവിടെ ചമ്മാക്കും നാത്തുമാർക്കും ഇളച്ചിയാക്കും എല്ലാവർക്കും ഞാൻ ഇങ്ങോട്ടായാ മതി. ഞാൻ ഇന്നെ കൊണ്ട് കജനൊക്കെ പറഞ്ഞു കൊടുക്കലുണ്ട്. പറയാതൊന്നും ഞാൻ നിൽക്കൂല. പിന്നെന്താ വെച്ചാലേ 24 മണിക്കൂർ ഓളം അങ്ങനെ ഫോൺ വിളിച്ചും പോട്ടെ. എന്തത് ഇങ്ങനെ വിളിച്ചെന്ന് വെച്ചാൽ അറിയില്ല. എപ്പോ നോക്കിയാലും ഫോൺ വിളിയാ. നോക്കിയാ എനിക്കിനിപ്പോ ഒന്നും പോണ്ടല്ലോ, 2 ആഴ്ച കഴിഞ്ഞോട്ട് പോയാ മതി. അതൊന്നും പറ്റൂലമ്മ. ഞാൻ 4 ദിവസം കഴിഞ്ഞാ പോകും. ഇക്കാനോട് ഞാൻ 4 ദിവസത്തിന് ഇറങ്ങാണ്ടല്ലേ നിക്കണത്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോണ്ട് ഓനോട്. നിങ്ങള് മുണ്ടാന്നാണിമ്മ. അത് ഞാൻ പറഞ്ഞു നോക്കാം. എന്നാ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. അവിടെ പോയി ഇങ്ങനെ പണിയെടുത്ത് മടുത്തുകളി എനിക്ക്. പിന്നെ ഇപ്പൊ വരുമ്പോഴേ ഇപ്പാനോട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറയും. മധുരൊക്കെ തിന്നാൻ ഭയങ്കര പൂതിയായിക്കണം. മുസിയെ ഇച്ചാ ചൂലോളെ കഞ്ചപ്പൂ കൊടുത്ത ഓളടിച്ചോരിക്കോളും. ഇജ്ജ് അവിടുന്ന് എന്നെ അടിച്ചോരി കൊഴഞ്ഞല്ലേ വരുന്നത്. ഷാനിയെ അത് വാങ്ങിക്ക. ഇജ്ജത്തെ നോക്കിക്കണത് അത് വാങ്ങ്. അവിടെ എല്ലാം കഞ്ഞാണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നോക്കി നിക്ക വാങ്ങാല്ലേ. ആ ചൂലിട്ട് കണ്ട് ഇവിടെ എന്നാ അതാ വരുന്നമ്മ. ഇവിടെ വന്ന എന്തമ്മ? ഇജേ ഒരു പണിയും ചെയ്യണ്ട. ഇത്രയും കാലം എന്ന് പറഞ്ഞാലേ ഞാനിവിടെ ഒറ്റക്കേനി. ഇജ് വരുമ്പോ ഇനി പറഞ്ഞാൽ ഓളുണ്ട് ഇവിടെ, ഓളൊക്കെ ചെയ്തോളൂ. എനിക്ക് ഇവിടെ വരുമ്പോഴല്ലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത് കളയണ്ട. അത് ഓളവിടെ ഒരട്ട അടിച്ചു കോരിയതാണമ്മ. ഞാൻ കുട്ടികള് ചോക്ലേറ്റിന്റെ കവർ ഇട്ടപ്പോ ഒന്നും കൂടി അടിച്ചു കോരിയതാണ്. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ അല്ലെ ഇരുന്നോ കടന്നോ നേരം കഴിച്ചോണ്ടിയാ. അല്ലാതെ ഒരു പണിയും ഇമ്മട്ടി ഇവിടെ വന്നാൽ എടുത്ത് ശീലാക്കി കൊടുക്കണ്ട. അപ്പൊ കണ്ടിട്ടില്ലേ നമ്മളെ മൈമൂൻ്റെയോടെ ആ പെണ്ണ് വരാൻ നിൽക്കലൊക്കെ വലിച്ചു വാരിട്ടുങ്ങാണ്ട് എല്ലാ പണി എടുക്കാൻ ഓളെ മരിയോളം അനങ്ങാൻ പഠിച്ചേറ്റേ. അപ്പൊ അത് ആദ്യം കാട്ടി കൊടുത്ത് ശീലാക്കണ്ട. എന്നിട്ട് കെട്ടിച്ച് വിട്ടാൽ മക്കൾ അവിടെയും പണി എടുക്കണം, ഇവിടെയും വേല വലിച്ചണം. എന്താപ്പത്? ഒന്നും വേണ്ടാത്തൊന്നും ചേലാക്കി കൊടുക്കണ്ട. അതിനൊന്നും ഇങ്ങനെ കിട്ടൂല. ഇമ്മൊന്നും ഉണ്ടാകുന്നാണീ. ഇവിടെ വരുമ്പോഴും അവിടെ വരുമ്പോഴൊക്കെ പണിയാ. പിന്നെ ഇതിലൊരു മാക്സിക്കാരത്തി പോയപ്പോ ഞാൻ 2 മാക്സി എടുത്തിക്കണേ. ഒന്ന് അനക്കും തരാ, ഒന്ന് ഇച്ചുന്നാ ഞാൻ വിചാരിച്ചു. പിന്നെ ഇപ്പൊ എനിക്കിപ്പം നേരടുത്ത് ഓനോട് പോണീൻ്റെ മുന്നേ എടുത്തുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് 2 ഇജ് കൊണ്ടേക്കോ. ഇനിയിപ്പം അടിക്കൂലി വേണമെങ്കിൽ അതിനുള്ള പൈസ ഞാൻ തരാം. ഇനിയിപ്പോൾ ഓളോട് പറയൊന്നും വേണ്ട. അത് ഏതായാലും നന്നായി. ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എൻ്റെ മാക്സിയൊക്കെ പയതേക്കണം, ഇനി ഒരു 4 എടുക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോത്തിന് നിങ്ങൾ എടുത്തോ. ഓളിഞ്ഞിപ്പം അങ്ങോട്ട് അടിച്ചു വരാൻ വരും. ഓള് കുളിച്ചാൻ പോകുമ്പോൾ എപ്പോഴേലൊക്കെ ആയിട്ട് എടുത്ത് തരണ്ട്. മതി, അപ്പം എടുത്താലും മതി.
ഒരുപാട് ഉമ്മമാരുണ്ട് ഇങ്ങനെ സ്വന്തം മക്കള് വരുമ്പോൾ മരുമക്കളെ ഒറ്റപ്പെടുത്തുന്ന ഉമ്മമാർ ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നാത്തൂന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യലും അതുപോലെ അവരെ മക്കളെ നോക്കലും ഒന്നുമല്ല ഈ മരുമക്കളുടെ സങ്കടം. ഇവര് ഉമ്മയും മോളും രാവിലെ മുതൽ വൈകുന്നേരം വരെ വാതിലടച്ച് റൂമിലിരുന്ന് സംസാരിക്കുന്നതിനോടൊപ്പം ഇവള് എല്ലാ ജോലികളും ചെയ്യുമ്പോൾ ഇവളെ ഒന്ന് കൂട്ടുപിടിക്കാത്തതിലാണ് ഏറ്റവും കൂടുതൽ വിഷമം ഈ മരുമക്കൾക്ക്. ഇതുപോലുള്ള മരുമക്കളൊക്കെയാണ് നിങ്ങളെങ്കിൽ കമന്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ട് 3 ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമ.